റബ്ബർ കർഷകരുടെ മാർച്ച് ഇന്ന് നടക്കും. കോട്ടയം MRF, കളമശ്ശേരി അപ്പോളോ ടയേഴ്സ് എന്നീ ഫാക്ടറികളിലേക്കാണ് കർഷകരുടെ മാർച്ചും ഉപരോധവും സംഘടിപ്പിക്കുന്നത്. റബ്ബർ കാർഷിക മേഖലയിലെ വിഷയങ്ങൾ ഉയർത്തി തുടർ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ഈ സമരം. സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട്. സനോജ്, എപ്പോഴായിരിക്കും ഈ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുക? കാവ്യ, സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് വ്യത്യസ്ത ഒരു സമര പരിപാടി മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടത്തുന്നത്. ഇതിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യമെന്ന് പറയപ്പെടുന്നത് എയർ കമ്പനികൾക്ക് വലിയ തോതിലുള്ള പിഴ ചുമത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കോമ്പറ്റീഷൻ ഇനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പിഴ ചുമത്തിയിട്ടുള്ളത്. ആ പിഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1788 കോടി രൂപയാണ് MRF-ഉം CH-ഉം അപ്പോളോ ടയേഴ്സും ഉൾപ്പെടെയുള്ള വൻകിട ടയർ കമ്പനികൾക്കാണ് ഈ പിഴ ചുമത്തിയിട്ടുള്ളത്. ആ പിഴത്തുക റബ്ബർ കാർഷിക മേഖലയിലെ കർഷകർക്ക് സബ്സിഡിയായി വിതരണം ചെയ്യണമെന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആവശ്യം. പ്രത്യേകിച്ച് റബ്ബർ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിസന്ധിയിലൂടെ വിലക്കുറവ് മൂലം കർഷകർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പോളോ ടയേഴ്സിന്റെ കളമശ്ശേരിയിലെ ആസ്ഥാനത്തേക്കും MRF-ന്റെ കോട്ടയം വടവാതൂരിലെ ആസ്ഥാനത്തേക്കുമാണ് സംയുക്ത കർഷക സമിതി 2 മാർച്ചുകൾ സംഘടിപ്പിക്കുന്നത്. കോട്ടയത്ത് നടക്കുന്ന മാർച്ച് ഡോക്ടർ ബിജു കൃഷ്ണൻ, അഖിലേന്ത്യാ കിസാൻ സഭയുടെ സെക്രട്ടറി ബിജു കൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കളമശ്ശേരിയിൽ നടക്കുന്ന മാർച്ച് സംസ്ഥാന സമിതി ചെയർമാനായിട്ടുള്ള സംയുക്ത കർഷക സമിതിയുടെ സംസ്ഥാന സമിതി ചെയർമാനായിട്ടുള്ള സത്യൻ മൊകേരിയാണ് ഉദ്ഘാടനം ചെയ്യുക. ഒരേ സമയം 20,000-ൽ പരം കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് 2 കേന്ദ്രങ്ങളിലേക്കും പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ 300 രൂപ തറവില പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ റബ്ബർ കർഷകരെ സഹായിക്കണമെന്നുള്ളതാണ് സമരത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. രാജ്യത്ത് പല വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ പലയിടങ്ങളിലും റബ്ബർ കർഷകർ ഉണ്ടെങ്കിലും കേരളത്തിലെ റബ്ബർ കാർഷിക മേഖലയെ പിടിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് 170 രൂപ തറവില പ്രഖ്യാപിച്ച റബ്ബറിന് തറവില പ്രഖ്യാപിച്ച ഏക സംസ്ഥാനം കൂടിയാണ് കേരളം. ഈ സാഹചര്യത്തിലും റബ്ബർ കാർഷിക മേഖലയിലെ കർഷകർ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഉൽപാദന ചെലവിനനുസരിച്ചുള്ള വരുമാനം ലഭിക്കാത്തതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഇത്തരമൊരു സമര പരിപാടിയുമായി കർഷകർ രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മുൻപ് മറ്റൊരു സംഘടനകളും ആവശ്യപ്പെടാത്ത, അതായത് കോമ്പറ്റീഷൻ ഇനത്തിൽ ചുമത്തിയിട്ടുള്ള പിഴ കർഷകർക്ക് വിതരണം ചെയ്യണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുമ്പെങ്കിലും ഒരു സംഘടനയും ഇത്തരമൊരു സമരപരിപാടി ഏറ്റെടുത്തിട്ടില്ല. പ്രത്യേകിച്ച് ടയർ കമ്പനികളുടെ ആസ്ഥാനത്തേക്ക് സമരം സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. കാവ്യ. ശരി, സനോജ് സുരേന്ദ്രനാണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.